ഓണക്കാലം ആരംഭിച്ചതോടെ കേരളത്തിലേക്ക് എത്തുന്ന പൂക്കളുടെ അളവിൽ വൻ വർധനമുണ്ടായിട്ടുണ്ട്. ഇതോടെ പൂക്കളുടെ വിലയും ദിനംപ്രതി മുകളിലേക്ക് കുതിക്കുകയാണ്. കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനവും ഇത്തവണ വില വർധനവിന് കാരണമായിട്ടുണ്ട്. ഓണക്കാലം ആരംഭിച്ചതോടെ കേരളത്തിലേക്ക് എത്തുന്ന പൂക്കളുടെ അളവിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പൂക്കളാണ് ഇക്കാലയളവിൽ മലയാളികൾ ഉപയോഗിക്കുന്നത്. സാധാരണയായി പൂജയ്ക്ക് മറ്റുമായി ഉപയോഗിക്കുന്ന പൂക്കൾക്ക് ഓണക്കാലത്ത് അല്പം വില കൂടുന്നതും പതിവാണ്. ഈ വർഷവും ആ പതിവിൽ മാറ്റമില്ല. പൂക്കളുടെ വില ഓരോ ദിനവും മുകളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും പൂക്കളത്തിലിടാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പൂക്കൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനം തന്നെയാണ് ഇത്തവണയും വില വർധനവിന് പ്രധാന കാരണമായി പറയുന്നത്. തിരുവോണത്തിന് മുൻപായി പുത്തൻ റെക്കോർഡുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും വ്യാപാരികൾ നൽകുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഓണത്തിന് കേരളത്തിലേക്ക് പൂക്കളെത്തുന്നത്. കോയമ്പത്തൂർ, ഹൊസൂർ, തോവാള, ബംഗളൂരു, മൈസൂരു തുടങ്ങിയ മാർക്കറ്റുകളിൽ നിന്നെത്തുന്ന പൂക്കൾ തന്നെയാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പൂക്കളുടെ വിലയ്ക്കൊപ്പം പൂക്കളത്തിലെ ട്രെൻഡുകളിലും മാറ്റമുണ്ട്. പല വിപണികളിലും മണമില്ലാത്ത ബംഗളൂരു മുല്ലയ്ക്കും വിവിധ നിറങ്ങളിലുള്ള ആസ്ട്ര പൂക്കൾക്കും ആവശ്യക്കാരേറുകയാണ്. പ്രത്യേകിച്ച് പർപ്പിൾ നിറത്തിലുള്ള ആസ്ട്രകൾ വാടാമല്ലിക്ക് പകരമായി ഉപയോഗിക്കുന്നുണ്ട്. വാടാമല്ലിയേക്കാൾ ഏകദേശം 100 രൂപ കുറവായതിനാൽ വിലക്കുറവുള്ള ആസ്ട്രകൾ ബദലായി പരിഗണിക്കപ്പെടുന്നു. 2000 രൂപയാണ് നിലവിൽ 1 കിലോ മുല്ലയുടെ വിപണി വില. 1600 രൂപ പിച്ചിക്കും 500 രൂപ വെള്ളജമന്തിക്കും വില വരുന്നുണ്ട്. അരളി കിലോയ്ക്ക് 450 രൂപയും റോസ കിലോയ്ക്ക് 400 രൂപയും വെള്ള അരളി കിലോയ്ക്ക് 400 രൂപയുമാണ് വില. അതോടൊപ്പം വാടാമല്ലി കിലോയ്ക്ക് 300 രൂപയും കോഴിപ്പൂവ് കിലോയ്ക്ക് 200 രൂപയും മഞ്ഞ ജമന്തി കിലോയ്ക്ക് 180 രൂപയും മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 രൂപയുമാണ് വിപണിയിലെ വില. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.